നോർക്കയുടെ നോർക്ക കെയർ പ്ലസ് ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമാകുന്നു. ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 18 വരെയുള്ള ഒരു മാസക്കാലമാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം. പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്നവർക്കും നിലവിലുള്ള ഇൻഷുറൻസ് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയൊരു ആശ്വാസമാകുന്ന ഈ പദ്ധതിയിൽ നിലവിൽ 99% ക്ലെയിം റേഷ്യോയും 33,000-ലധികം ആളുകൾക്ക് തീർപ്പ് കൽപ്പിച്ച സേവനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ 688 പരം ആശുപത്രികളിലും രാജ്യത്തുടനീളമുള്ള 20,000-ലധികം ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം ഇതിലൂടെ ലഭ്യമാണ്. 18 മുതൽ 70 വയസ്സ് വരെയുള്ളവർക്കാണ് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കുക. ആക്റ്റീവായിട്ടുള്ള നോർക്ക പ്രവാസി ID, സ്റ്റുഡൻറ് ID അല്ലെങ്കിൽ NRK ID ഉള്ളവർക്ക് ഇതിൽ പങ്കാളികളാകാം. സംസ്ഥാനത്തിന് പുറത്തുള്ള മലയാളികൾക്കും ഈ അവസരം ലഭ്യമാണ്. ID കാർഡ് ഇല്ലാത്തവർക്ക് എത്രയും വേഗം പുതിയ ID ജനറേറ്റ് ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മുൻപുണ്ടായിരുന്ന 5 ലക്ഷത്തിൻ്റെ കവറേജിന് പുറമെ ഇപ്പോൾ 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി എന്നിങ്ങനെ 7 വ്യത്യസ്ത സ്ലാബുകളിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ലാബിനനുസരിച്ച് പ്രീമിയം തുകയിലും ലഭിക്കുന്ന ആനുകൂല്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാകും. 10 ലക്ഷത്തിന് മുകളിലുള്ള പാക്കേജുകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായിട്ട് 80 വയസ്സ് വരെയുള്ള മാതാപിതാക്കളെയും, അതായത് ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മാതാപിതാക്കളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നോർക്കയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. പോളിസിയുടെ നിബന്ധനകളും വ്യവസ്ഥകളുമൊക്കെ കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം ഇതിലേക്ക് അപേക്ഷിക്കുക. ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുറന്നു ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.